കാട്ടാനശല്യം അതിരൂക്ഷമായ ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ RRT യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ യൂണിറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. കാട്ടാനയാക്രമണം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് ഒരു RRT യൂണിറ്റ് വേണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് സ്പെഷ്യൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ RRT യൂണിറ്റ് പ്രവർത്തിക്കുക. ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PG സന്തോഷിനാണ് സ്പെഷ്യൽ RRTയുടെ ചുമതല. മുൻപ് ചിന്നക്കനാൽ സെക്ഷന് കീഴിലുണ്ടായിരുന്ന വാച്ചർമാരെയും ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ശക്തിപ്പെടുത്തിയത്. 4 സ്ഥിരം ജീവനക്കാരും 10 വാച്ചർമാരുമാണ് സ്പെഷ്യൽ RRT യൂണിറ്റിലുള്ളത്. ചക്കക്കൊമ്പൻ, മുറിവാലൻ ഉൾപ്പെടെയുള്ള 19 ആനകൾ 3-4 ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. പരിമിതികളുണ്ട്. ഒരേ സമയത്ത് 4 ഗ്രൂപ്പ് 4 സ്ഥലങ്ങളിലായിരിക്കും. എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന, നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ്. സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നതല്ല. ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് 4 ഗ്രൂപ്പായിട്ട്. അപ്പം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല. അപ്പം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് അതുമൂലമുള്ള പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ചിന്നക്കനാൽ വിലക്കിലെ പഴയ വനം വകുപ്പ് ഓഫീസാണ് സ്പെഷ്യൽ RRT യൂണിറ്റിന്റെ ക്യാമ്പ് ഓഫീസ്. ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നാട്ടുകാരിലേക്ക് വിവരം കൈമാറുന്നത് സ്പെഷ്യൽ RRT യൂണിറ്റ് ആയിരിക്കും. ഇതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും. ഒരു വാഹനം, ഡ്രോൺ, ലൈറ്റുകൾ എന്നിവ സ്പെഷ്യൽ RRTക്കുണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഉതകുന്ന അത്യാധുനിക ഉപകരണങ്ങളില്ലാത്തത് തിരിച്ചടിയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.